السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ ഏതൊരു മുഅ്മിനായ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷവും ആഹ്ലാദവും നിറക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന വസന്തമാസം നമ്മളിലേക്ക് കടന്നു ചെന്നു. അതിൻ്റെ ആദ്യത്തെ ദിനത്തിലാണ് നമ്മളെല്ലാവരും. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഖൽബിൽ ഒരു അണുമണി തൂക്കം ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റാത്ത ഒരു ദിനമാണ്, അല്ലെങ്കിൽ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടല്ലാതെ നമുക്ക് ഒരു നിലനിൽപ്പ് തന്നെ ഇല്ല. പ്രത്യേകിച്ചും പാരത്രിക ലോകത്ത് നമ്മുടെ വിജയം, നമ്മുടെ നിലനിൽപ്പ് എന്നുള്ളത് ഹബീബായ നബി തങ്ങളെ കൊണ്ടാണ്. ആ നബി തങ്ങളില്ലെങ്കിൽ നമ്മളില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ നമ്മുടെ മാതാപിതാക്കളെക്കാളേറെ, ഭാര്യമക്കളെക്കാളേറെ സ്നേഹിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹബീബായ നബി തങ്ങൾ തന്നെ നമ്മളോടത് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും, അത് ഉപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, എന്തിനേറെ സ്വന്തം നമ്മുടെ ശരീരത്തേക്കാളേറെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ നമ്മുടെ മാതൃകാ പുരുഷൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകുന്നതുവരെ ഒരിക്കലും നമ്മളാരും മുഅ്മിനല്ല, നമ്മളാരും യഥാർത്ഥ മുസ്ലിമാകാൻ പോകുന്നില്ല എന്നാണ് ഹബീബായ നബി തങ്ങൾ തന്നെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ ഹദീസ്, ഈ സംഭവം പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു അത്രേ, നബിയെ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുവിനേക്കാളേറെ എൻ്റെ ശരീരം ഒഴിച്ചാൽ, എൻ്റെ സ്വന്തം ശരീരം ഒഴിച്ചാൽ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളേറെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ഇഷ്ടപ്പെട്ടവരും അങ്ങയാണ് നബിയെ, തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ഒരിക്കലും നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാളേറെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങൾ മുഅ്മിനാകാൻ പോകുന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ ആദ്യത്തെ ദിനത്തിൽ ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഈ റബീഉൽ അവ്വൽ വിട്ടുപിരിയുന്നതിന് മുമ്പ് ഒരുപാട് സ്വലാത്ത്, ലക്ഷക്കണക്കിൽ സ്വലാത്ത്, ഒരു നിശ്ചിത എണ്ണം തീരുമാനിച്ചും കൊണ്ട് ഇത്ര ലക്ഷം സ്വലാത്ത് ഈ റബീഉൽ അവ്വലിൽ ഞാൻ പറഞ്ഞു തീർക്കുമെന്ന ഒരു പ്രതിജ്ഞ എടുത്തും കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ആ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങണം. അതിന് ഏറ്റവും ഉതകുന്ന, ഏറ്റവും ഫലവത്തായ, ഏറ്റവും നല്ല ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇനി കാണുന്ന ഈ ഒരു വീഡിയോ ഇത് അവസാനം വരെ കാണുക. അതിൽ നല്ല ഒരു വളരെ പരിശുദ്ധമായിരിക്കുന്ന ഒരു ദിക്ർ, ഇന്ന് മഗ്രിബിന് മുമ്പ് നിങ്ങളത് ഒരു നിശ്ചിത എണ്ണം വെച്ച് ചൊല്ലി തീർക്കണം. വളരെ ഫലവത്തായ, എന്ത് ടെൻഷനും പ്രയാസങ്ങളും ബേജാറുണ്ടെങ്കിൽ ഒക്കെയും മാറി കിട്ടുന്ന ഒരു സ്വലാത്താണ് പ്രിയപ്പെട്ടവർ. അതുപോലെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ലക്ഷക്കണക്കിൽ സ്വലാത്ത് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധ സന്നിധിയിലേക്ക്, ഹളറത്തിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണം. അതിനൊരു തീരുമാനം ഇന്ന് തന്നെ നമ്മൾ എടുത്തും കൊണ്ട് അതിന് ഒരുങ്ങി തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് പടച്ച റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണുക, അവസാനം വരെ കണ്ട് അതിൽ പറയുന്ന ആ സ്വലാത്ത് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്തൊരു സന്തോഷം മനസ്സിലിങ്ങനെ അല്ലേ. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ദിവസം നമ്മിലേക്ക് ഇങ്ങനെ കടന്നു വന്നുല്ലേ, ആ മാസം കടന്നു വന്നു. ഇനി റബീഉൽ അവ്വൽ 12 വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈമാനുള്ളവരുടെ മനസ്സിൽ സന്തോഷം,
പുത്തൻവാദികളുടെ, റസൂലുള്ളാഹിനോട് മഹബത്തില്ലാത്തവരുടെ കൽബിൽ സങ്കടം, വല്ലാത്തൊരു വെറുപ്പ്. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൽബിൽ അവരുടെ പ്രണയഭാജനത്തിൻ്റെ ആ മനോഹരമായ പിറവിക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു മാസത്തിൻ്റെ ആഗമനം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വല്ലാത്തൊരു സന്തോഷമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മഗ്‌രിബിന് മുൻപ് നിങ്ങൾക്കൊരു സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? ഒരു അത്ഭുത സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കാര്യത്തിൽ ഇടപെടും. ദുന്യവിയായ വിഷയത്തിലും അതുപോലെ തന്നെ ഉഖറവിയായ നാളെ പരലോകത്തിലെ കാര്യങ്ങളിലൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നേ. നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ അനുവാദം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അനുവാദത്തോടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, കുറേ നരകാവകാശികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഭാഗ്യവാന്മാരൊക്കെ ഉണ്ട്. അപ്പം നമുക്കും അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണം വേണ്ടേ? മുത്തുനബി ഇടപെടുന്നേ. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ മനോഹരമായൊരു ചരിത്രമുണ്ട്. മഹാനായ സയ്യിദി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മുത്ത് റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട മരുമകൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ചേർന്ന് തടവിലാക്കിയ ഒരു രംഗമുണ്ട്. തടവിലാണ് ഉസ്മാൻ, പക്ഷേ നോമ്പുകാരനാണ്. നോമ്പ് പിടിച്ചിട്ടുണ്ട് ആ തടവിലും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം കേട്ടോ. നോമ്പ് തുറക്കാനായി, വെള്ളം കിട്ടാനില്ല. ശത്രുക്കളോട് ചോദിച്ചു, കുറച്ച് വെള്ളം തരുമോ? കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, മുസ്ലിങ്ങളാണേ, കൊടുത്തില്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അവിടുത്തെ ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹ മഹദി ഇങ്ങനെ അവിടെ ഇവിടേക്ക് ഒരുപാട് നോക്കി കുറച്ച് വെള്ളം കൊടുക്കാനായിട്ട്. എവിടെയില്ല, വെള്ളമില്ല. അങ്ങനെ വെള്ളം തേടി ഇങ്ങനെ അലഞ്ഞ് ഏതാണ്ട് വെള്ളം കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഇടയത്താഴ സമയമായി. കാരണം ശത്രുക്കൾ വിടുന്നില്ല, വെള്ളം കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ എവിടെ നിന്നൊക്കെയോ കിട്ടി വന്നപ്പോൾ പിറ്റേ ദിവസത്തെ ഇടയത്താഴത്തിൻ്റെ സമയമായി. അങ്ങനെ ഓടി വന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾ പറയുന്നുണ്ട്, മോളെ ഇടയത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞു, ദാ സുബഹിയുടെ സമയമായി, ഞാൻ അടുത്ത ദിവസത്തെ നോമ്പിലാണ്. അപ്പോൾ ബീവി ചോദിക്കുന്നുണ്ട്, അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ നോമ്പ് തുറന്നിട്ടില്ലല്ലോ. അങ്ങനെ നോമ്പ് തുറക്കാതെ 2 ദിവസം അടുപ്പിച്ച് നോമ്പ് പിടിക്കൽ ഇസ്ലാമിൽ തെറ്റല്ലേ? അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഞാൻ നോമ്പ് മുറിച്ചില്ല എന്ന്? ഞാൻ ഇന്നലെ നോമ്പ് തുറന്നില്ല എന്നാര് പറഞ്ഞു? ഇന്നലെ വന്നിരുന്നു എൻ്റെ അടുക്കൽ ലോകത്തിൻ്റെ നേതാവ്, താജിദാരേ മദീന, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മുത്ത് റസൂലുള്ള എൻ്റെ അടുക്കൽ വന്നു. അവിടുത്തെ കയ്യിലുള്ള കോപ്പയിൽ നിന്ന് വെള്ളം എന്നെ കോരി കുടിപ്പിച്ചു. കുടിക്കുക ഉസ്മാൻ, വയറ് നിറയെ കുടിക്കാൻ പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് റസൂലുള്ള പറയുന്നുണ്ട്, ഉസ്മാൻ, നാളെ ശത്രുക്കൾ പ്രശ്നം ഉണ്ടാക്കും, എന്നാലോ നാളെ എൻ്റെ കൂടെ നോമ്പ് തുറക്കാം ഉസ്മാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എൻ്റെ കൂടെ നോമ്പ് തുറക്കാം ഉസ്മാൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പിറ്റേ ദിവസമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകണത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബത്ത് വെച്ചാൽ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തേക്കാൾ, സർവസ്വത്തേക്കാൾ, ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, മക്കളേക്കാൾ, എല്ലാത്തിനേക്കാളും മുകളിൽ ആരാണ്? എൻ്റെ റസൂലുള്ളാഹ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അങ്ങനെ മഹബത്ത് വെക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂലേ? ആ മുഅ്മിനീങ്ങളിൽ നമ്മളൊന്ന് പെടണ്ടേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടെങ്കിൽ, അത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദൻ. ബുഖാരി ഇമാമിൻ്റെ സ്വഹീഹിൽ ഇബ്നുൽ മുൻകദിറിൽ നിന്നുള്ള ഹദീസൊക്കെ കാണാം. അങ്ങനെയുള്ള ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര കടബാധ്യത വന്നു. ഒരു നിൽക്കക്കള്ളിയില്ല, ഓടുകയാണ്. എങ്ങട് റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക്, ഖബർ ഷരീഫിൻ്റെ അടുക്കലേക്ക്. യാ റസൂലല്ലാഹ്, കടാണ് നബിയെ സഹായിക്കണേ. ആരാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ ഉസ്താദൻ. അവരിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട് സയ്യിദുനാ ഇമാം അൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പം അത്ര വലിയ മഹാരഥന്മാർ. ചില വിദ്യാർത്ഥികൾ കടം വീട്ടാൻ റസൂലുള്ള എന്താ റിസർവ് ബാങ്ക് അടുത്ത്, ഇതറിയാൻ പാടില്ലാത്ത ആളുകളാണോ അവർ? മോനെ, റസൂലുള്ള ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. അത് മഹബത്ത്. വെറും തെളിവുകൾ കൊണ്ട് ഇങ്ങനെ കുറേ തെളിവുകൾ മാത്രം. എന്ത് തെളിവ്? എത്ര തെളിവ് പറഞ്ഞാലും. അബൂജഹൽ റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടില്ലേ? ചന്ദ്രൻ പിളർത്തുന്നത് നേരിട്ട് കണ്ടില്ലേ? വിശ്വസിച്ചോ? ഇതുപോലെയാണ് ഇവിടുത്തെ പുത്തൻവാദികൾ. എന്ത് തെളിവ് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളൂല. അവരുടെ ഖൽബ് ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. അവരുടെ ഹൃദയത്തിൽ, അവരുടെ ചെവികളിൽ, അവരുടെ കണ്ണുകളിൽ അല്ലാഹ് സീൽ വെച്ചുപോയി. ബിദ്അത്തിന്റെ സീൽ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയോടുള്ള അദബുകേടിൻ്റെ സീൽ വെക്കപ്പെട്ടവരാണവർ.
എന്തു പറഞ്ഞാലും അവർ കേൾക്കില്ല, എന്ത് തെളിവ് പറഞ്ഞാലും കേൾക്കില്ല. ഇത് മഹബത്തിൻ്റെ കണ്ണിലൂടെ കാണേണ്ടതാണ്. ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയണേ, യാ റസൂലല്ലാഹ് കടം കൊണ്ട് വലഞ്ഞു നബിയേ അല്ലേ. ആ മുത്തുനബിയുടെ സങ്കടം പറയാൻ, എന്നിട്ട് അവിടെ വിശ്രമിക്കുകയാണ് അല്ലേ. വിശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഓടി വരുന്നുണ്ട്. ഇബ്നുൽ മുൻകദിർ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഞാൻ എൻ്റെ വെല്ലുപ്പയെ സ്വപ്നത്തിൽ കണ്ടു. നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്, നിങ്ങളുടെ കടം വീട്ടാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതാ പണം പിടിച്ചോളൂ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള ഇടപെടും. അതാണ് നമ്മൾ പാടുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. തെറ്റിൻ്റെ മേൽ വാഹനം കയറിയവനായി വന്നു നബിയേ. സങ്കടം പറയാൻ, അങ്ങയോട് സങ്കടം ബോധിപ്പിക്കുകയാണ് നബിയേ. ലക്ക അഷ്കു, സങ്കടം പറയാൻ. റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞാൽ റസൂലുള്ള നമുക്ക് വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കും, അള്ളാഹ് നമുക്ക് പുറത്തു തരും. സൂറത്തുൻ നിസാഇൻ്റെ 64-ാമത്തെ ആയത്ത് അല്ലേ. ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നാൽ, എന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നാൽ, റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്ന് സങ്കടം പറഞ്ഞിട്ട് റസൂലുള്ള നിങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് ഖുർആൻ പറയാണ്. റസൂലുള്ളാഹിയെ പരിഗണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വമൻ ദഖലഹു കാന ആമിന. മക്ക വിജയവേളയിൽ ശത്രുക്കളോട് പറയുന്നുണ്ട്, വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും കഅബാലയത്തിൻ്റെ അകത്ത് കയറിയാൽ അവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർക്ക് ശിക്ഷ ഉണ്ട് കേട്ടോ. ഈ ആയത്തിൻ്റെ മറ്റൊരു തഫ്സീർ ഇങ്ങനെയാണ്, വമൻ ദഖലഹു കാന ആമിന. റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റിയവർ, ഔലിയാക്കളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയവർ, അവർ രക്ഷപ്പെട്ടു. എടാ, മുത്ത് റസൂലിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റണ്ടേ നമുക്ക്? വേണ്ടേ? നിങ്ങൾ പറയും, മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൽ കയറിപ്പറ്റണ്ടേ? ആ റസൂലുള്ളാഹിൻ്റെ കൽബിൽ നമ്മളുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരാനന്ദമായിരിക്കും അല്ലേ. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ഇന്ന് റബീഉൽ അവ്വൽ 1 വെള്ളിയാഴ്ച നമുക്ക് പടച്ചോനങ്ങ് അറിഞ്ഞ് വാരിക്കോരി തന്നേക്കല്ലേ ഒരത്ഭുത സ്വലാത്ത്. ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാം. ഈ സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരട്ടെ. ഇതൊരു വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. അപ്പം മദ്ഹ് കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട് എല്ലാം നേടാൻ പറ്റും. അതായത് ദുനിയാവിൽ എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ഈ സ്വലാത്ത് കൊണ്ട് നീങ്ങും. ഏത് സ്വലാത്തും, പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ഒരു അത്ഭുതമാണ്. എന്തിനേറെ ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ, ഈ സ്വലാത്തുകൾ ചൊല്ലിയാൽ മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരു കൈ കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഹൗദുൽ കൗസർ കോരിത്തരും. സുബ്ഹാനല്ലാഹ്, ഹൗദുൽ കൗസർ മുത്ത് റസൂൽ കോരിത്തരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഏറ്റവും വലിയ പ്രയാസം നാളെ പരലോകച്ചാണല്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ഉമ്മ തിരിഞ്ഞു നോക്കൂല, ഭാര്യ തിരിഞ്ഞു നോക്കൂല, കുടുംബം തിരിഞ്ഞു നോക്കൂല, ആരുണ്ടാവൂല. എൻ്റെ മുത്തുനബി മാത്രം. ആദ്യം നബി തിരിഞ്ഞു നോക്കൂല, നമ്മുടെ വാപ്പല്ലേ തിരിഞ്ഞു നോക്കൂല. മക്കളെ, വാപ്പാൻ്റെ ആയിരുന്നു എൻ്റെ കഷ്ടത്തിലാണ്. അപ്പോഴാണ് അനലഹ, ഞാനുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് അല്ലേ. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي. മുത്ത് റസൂൽ ഉണ്ടാവുന്ന ഷഫാഅത്തിന്, ആ ഷഫാഅത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ദുനിയാവിലെ ആഖിറത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ, ദുനിയാവിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, ദാരിദ്ര്യമാകട്ടെ, സാമ്പത്തികമാകട്ടെ, എന്താണോ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കണത്, അതല്ല മാറ്റിത്തരും. ആഖിറത്തിൽ മുത്ത് റസൂലിൻ്റെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കിട്ടും. ഹസനുൽ ബസരി തങ്ങൾ പറയാൻ, മുത്ത് റസൂലുള്ളാഹിൻ്റെ തിരുക്കരം കൊണ്ട് ഹൗദിൽ നിന്നൊരു കോപ്പ നിറയെ വെള്ളം കുടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ സ്വലാത്ത് ഡെയിലി ഒരെണ്ണമെങ്കിലും. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് മുൻപ്, ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ പരിഗണിച്ചുകൊണ്ട് ഒരു 33 തവണ ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ? ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി وأولاده وأزواجه وذريته وأهل بيته وأصهاره وأنصاره وأشياعه ومحبيه وأمته وعلينا معهم أجمعين يا أرحم الراحمين. نورا جلك اللهم صل على محمد
وعلى آله وأصحابه وأولاده وأزواجه وذريته وأهل بيته وأصهاره وأنصاره وأشياعه ومحبيه وأمته وعلينا معهم أجمعين يا أرحم الراحمين. അപ്പോൾ ഇന്നൊരു 31 തവണ ചൊല്ലും എന്നുറപ്പുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് ചൊല്ലൂലേ. അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവർക്കും നമ്മൾ ഈ കുടുംബങ്ങളിലേക്കൊക്കെ എല്ലാവരും വീഡിയോ എത്തിച്ചു കൊടുക്കണം കേട്ടോ.